ഈ PM3 എന്ന് പറഞ്ഞാൽ ഈ പല ആളുകളും വിചാരിക്കുന്ന പോലെ അത്ര വലിയ അപകടകാരിയായിട്ടുള്ള സംഭവം ഒന്നല്ല. അത് അവർ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഒരു പദ്ധതി നടപ്പിലാക്കുന്നു എന്ന് മാത്രം. അതിൽ ചില സ്കൂളുകൾ തിരഞ്ഞെടുക്കും, അതിലിഷ്ടമുള്ളവർ മാത്രം പഠിച്ചാൽ മതി. അതിനിപ്പോൾ ഇത്ര എതിർക്കേണ്ട അതിൻ്റെ ഉള്ളിലൊന്നുമില്ല. പിന്നെ അവർ പറയുന്നത് സത്യസന്ധമായിട്ടുള്ള രീതിയിലുള്ളൊരു പഠനമാണ് അവരതിലൂടെ ഉദ്ദേശിക്കുന്നത്. അതായത് പല ഇപ്പം നമ്മുടെ ചരിത്ര രേഖകളൊക്കെ എടുത്തു നോക്കി കഴിഞ്ഞാൽ അതിൽ ഈ ഫാബ്രിക്കേറ്റഡായിട്ട് കുറേ സംഭവങ്ങളുണ്ട്. അപ്പോൾ ഫാബ്രിക്കേറ്റഡ് ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ എടുത്ത് മാറ്റി ഒറിജിനൽ സംഭവം പഠിപ്പിക്കും എന്നാണ് അവർ അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പം ഫ്ലൈറ്റ് കണ്ടുപിടിച്ചത് റൈറ്റ് സഹോദരന്മാരെന്നാണ് നമ്മളിപ്പോഴും പഠിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഈ റൈറ്റ് സഹോദരന്മാർ കണ്ടുപിടിക്കുന്നതിന് മുമ്പും കുറേ ആൾക്കാർ ഇതിനെ പരീക്ഷണം നടത്തിയിരുന്നു. അവർ അത് വിജയിച്ചിരുന്നു. പക്ഷെ അവരിൽ സാമ്പത്തിക ബുദ്ധിമുട്ട് ഉള്ള കാരണം അവർക്ക് പാറ്റൻ്റ് എടുക്കാനോ ഒന്നിനും സാധിക്കാതെ അവരുടെ പേര് ആരും അറിയാതെ പോയി. ഇവരുടെ കയ്യിൽ അതിനുള്ള ഇതൊക്കെ ഉള്ളത് കൊണ്ട് അവർ പാറ്റൻ്റ് എടുത്തു, അവരാണ് ഉണ്ടാക്കിയത് എന്നുള്ള രീതിയിൽ വന്നു. അതുപോലെ ഇന്ത്യയിലും ഉണ്ടായിരുന്നു അതുപോലെ ഒരു ആൾ. ഇവർ കണ്ടുപിടിക്കുന്നതിനേക്കാളും മുമ്പെല്ലാം ഇയാളെല്ലാം തയ്യാറാക്കിയിട്ടുണ്ടായിരുന്നു. ഇയാൾ അതിൻ്റെ പരീക്ഷണങ്ങളൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അയാളുടെ പേര് നമ്മൾ പഠിക്കുന്നില്ല, നമ്മളൊരു ചരിത്രരേഖയിലും പഠിക്കുന്നില്ല. അതുപോലെ ഒത്തിരി സംഭവങ്ങളുണ്ട്. അവരുടെ ചില ആളുകൾക്ക് പൈസ ചിലവ് അതുപോലെ മറ്റേതൊക്കെ നോക്കിയിട്ട് പാറ്റൻറ്റിനൊന്നും പോവില്ല. അപ്പോൾ അത് കാരണം അയാളത് ഉണ്ടാക്കിയിട്ടില്ല എന്നല്ല അതിൻ്റെ അർത്ഥം. കഴിവുള്ള ആളുകൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ അതിൻ്റെ പാറ്റൻ്റ് എടുക്കും, അതിൻ്റെ ഇതൊക്കെ എടുക്കുമ്പോൾ അയാളാണ് ഉണ്ടാക്കിയതെന്ന് നമ്മൾ വിചാരിക്കും. അപ്പോൾ അതിനകത്ത് കുറേ ഒറിജിനാലിറ്റി അല്ലാത്ത ഫാബ്രിക്കേറ്റായിട്ട് കുറേ സംഭവങ്ങളുണ്ട്. അപ്പോൾ ഒറിജിനാലിറ്റി അതിൽ പഠിപ്പിക്കുമെന്നാണ് പറയുന്നത്. അതിന് താല്പര്യമുള്ളവർ മാത്രം ആ സ്കൂളിൽ ചേർന്നാൽ മതി. വേറെ എത്രയോ സ്കൂളുകളുണ്ട്, എല്ലാ സ്കൂളിലും ഇതും നടപ്പിലാക്കണില്ല. അപ്പോൾ ഇപ്പോൾ ഒപ്പിട്ട സ്ഥിതിക്ക് അത് നടന്നു പോട്ടെ എന്ന് വിചാരിക്കുക. അതിപ്പോൾ എങ്ങനെ നടക്കണമെന്ന് ആദ്യം മനസ്സിലാക്കിയിട്ട് വേണം ഇതിനെ എതിർക്കാൻ. ഇതിൻ്റെ ഉള്ളിൽ എന്താണ് സിലബസ്, എങ്ങനെയൊക്കെയാണ് ഇത് പഠിപ്പിക്കുന്ന രീതി, ഇതൊക്കെ മനസ്സിലാക്കാൻ നടന്നു പോട്ടെ. നടന്നു പോയതിന് ശേഷം അതിനുള്ളിൽ എല്ലാം പ്രശ്നമാണെന്നുണ്ടെങ്കിൽ പിന്നെ അതിനെക്കുറിച്ച് നമുക്ക് ചിന്തിക്കാമല്ലോ. ഇതൊരു സംഭവം വരുന്നേക്കാൾ മുമ്പ് എതിർക്കുന്ന ഒരു സ്വഭാവമാണ് നമ്മൾ മലയാളികൾക്കുള്ളത്. ഇതൊരു തെറ്റായ ചിന്താഗതിയാണ്.